ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞങ്ങൾ വീണ്ടും പോവാണ് കേട്ടോ പിക്നിക്കിന്. റിങ്കുവിനെ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഫ്രണ്ട്. അപ്പം ഞങ്ങൾ പോകുന്നത് മൈതാനാണ്, മൈതാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മെട്രോയിലാണ്, മെട്രോ സ്റ്റേഷൻ അവിടെയാണ് കേട്ടോ. ये तो मेरा दूसरा फ्रेंड. ഞങ്ങൾ മെട്രോ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പോയത് മൈതാൻ പറഞ്ഞ സ്ഥലത്തേക്കല്ല, വിക്ടോറിയ പാലസിലേക്കാണെന്ന്. കാരണം രണ്ടും അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചത് മൈതാൻ എന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനാണ് നല്ലത്, നല്ല മരങ്ങളും നല്ല കാഴ്ചയായിട്ടുള്ള വിക്ടോറിയ പാലസിൽ പോയാൽ അതല്ലേ നല്ലത്, വിക്ടോറിയ മെമ്മോറിയൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. വിന്റർ സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വലിയ ലൈനൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ല ക്യൂ തന്നെയായിരുന്നു. അങ്ങനെ ക്യൂവിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ വാങ്ങി ഉള്ളിൽ കയറുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളെ കൊണ്ടുപോയി ഫുഡ് അലൗഡ് അല്ല എന്നുള്ളത്. ഫുഡില്ലാതെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ മെല്ലെ ഒരു ചെറിയ പഴുതിലൂടെ കിട്ടിയ താപ്പിൽ ഇത് ആ ക്വാർട്ടേഴ്സിൻ്റെ പിന്നിലൂടെ സെക്യൂരിറ്റി, അതായത് ആർമിക്കാർ ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ, ഇവിടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ മെല്ലെ ആദ്യം കയറി സൈഡിൽ ഇങ്ങനെ മെല്ലെ ഒളിച്ച് നമ്മളാണ് അവരുടെ കളിയിലെ. ഞാൻ അങ്ങോട്ട് 2-3 ബാഗൊക്കെ ഞാൻ വാങ്ങി. അത് വാങ്ങിയത് ഞാൻ ഒറ്റ ഓട്ടം ഉള്ളിലേക്ക്. അത് കഴിഞ്ഞ് എൻ്റെ വേറൊരു ഫ്രണ്ട് വന്ന് ബാഗ് അതേപോലെ തന്നെ അവൾ ബാക്കിലെ ലഗേജൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് കുട്ടികളെയും കൊണ്ട് ഉള്ളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാക്കി എൻ്റെ 2 ഫ്രണ്ട്സും എല്ലാം ഉള്ളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കൊണ്ടുപോയത് പിന്നെ ആരും കണ്ടുവന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയതേ ഞങ്ങൾ കാണാൻ നല്ല മനോഹരമായ വിക്ടോറിയ മെമ്മോറിയലാണ് കേട്ടത്. കൽക്കട്ടയിൽ വന്ന എന്തായാലും ഈ സ്ഥലം നിങ്ങൾ കാണാം. അതിമനോഹരമായ ഒരു എന്താ പറയുക, നിങ്ങൾക്കത് കാണാം എത്ര നല്ല ഭംഗിയാണെന്നല്ലേ. പക്ഷെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയി അന്ന്.
बहुत अच्छा हुआ बहुत एंजॉय किया एंजॉय कर लो ए वीडियो में अगर बोलो कैसे हुआ बोलो बोलो इधर आ एंजॉय हुआ बोलो वीडियो वीडियो एंजॉय हुआ लाइटिंग क्या है लाइटिंग അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് എടുക്ക് ആ പറ എൻ്റെ മോൾക്ക് സംസാരിക്കണം പറഞ്ഞിട്ടോ കൊടുത്തത് അവിടെ എന്താ പറഞ്ഞത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ ഹിന്ദി മലയാളം കൂടി മിക്സഡായിട്ടാണ് അവൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല നൈറ്റ് വ്യൂ ആണ് കേട്ടോ അത് ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ്